പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവം കാരുണ്യവാനാണോ അതോ ക്രൂരനാണോ എന്നുള്ളതാണ്. ദൈവത്തിനെ പലരും പല രീതിയിലാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞവര് കുറച്ചു പേരുണ്ട്, ദൈവത്തെ അറിയാത്തവരും ഉണ്ട്, ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു ദിവസം ഒരു ദർശനം കാണുകയാണ്. ആ സ്ത്രീ കണ്ണ് അടച്ചിരുന്നപ്പോഴും കണ്ണ് തുറന്നിരുന്നപ്പോഴും ഈ ഒരേ ദർശനം തന്നെ കാണുകയാണ്. ആ ദർശനം ഇതായിരുന്നു: ഒരു മല, ആ മലയിൽ ഒരു കുരിശ് നാട്ടിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത് ഒരു ഇല കൊഴിഞ്ഞ ഒരു വൃക്ഷം നിൽക്കുന്നു. ഈ ദൃശ്യം കണ്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദൃശ്യം കാണുന്നുണ്ട്, ഭർത്താവ് മരിച്ചു പോകാനായിട്ടാണല്ലോ ഞാൻ ആ ദൃശ്യത്തിൽ കാണണേന്ന്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, അത് ചുമ്മാ ഒരു തോന്നലായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ആ ഭർത്താവ് മരിച്ചു. ഇത് ആ സ്ത്രീക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഈ 1-2 ആഴ്ച കഴിഞ്ഞ് സ്റ്റുഡിയോക്കാരൻ ശവസംസ്കാരത്തിന്റെ ആൽബവുമായി വന്നു. ആൽബം ഈ സ്ത്രീ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ 1-ാം പേജ് കണ്ട് ഈ സ്ത്രീ ഞെട്ടിപ്പോയി. കാരണം ആ സ്ത്രീ ആ ദൃശ്യത്തില് ഭർത്താവ് മരിക്കുന്നതിന് 5 ദിവസം കണ്ട ആ ദൃശ്യം അതേപടി ആ സ്റ്റുഡിയോക്കാരൻ അതിൽ വരച്ചിരിക്കുന്നു. ഈ ദൃശ്യം ഈ സ്ത്രീ കണ്ട ഈ ദൃശ്യം ഈ സ്റ്റുഡിയോക്കാരന് ഒരിക്കലും അറിയാൻ പാടില്ലായിരുന്നു. ഈ ദൃശ്യം ആ ആൽബത്തിൽ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു ആത്മീയ ചിന്ത വന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ചിന്ത. ദൈവം അറിയാതെ എൻ്റെ ഒരു മുടിനാര് പോലും കൊഴിയില്ല എന്നുള്ള ചിന്ത. ഇത് വന്നതോടെ ആ സ്ത്രീ പ്രാർത്ഥനയിലോട്ടും ആത്മീയ കാര്യങ്ങളിലോട്ടും ഒക്കെ കൂടുതൽ തീക്ഷ്ണതയോടെ ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവത്തെ കാരുണ്യവാനായും അതുപോലെ ക്രൂരനായും ചിത്രീകരിക്കുന്ന ദൈവവചനങ്ങൾ ബൈബിളിൽ ഉണ്ട്. 1-2 വചനം ഞാൻ പറയാം. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയായ ദൈവം എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ മറ്റൊരു വചനമുണ്ട്. ദൈവം പറയുന്നു, ഞാൻ ആരോടും ഒരു കരുണയും കാണിക്കുകയില്ല എന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ദൈവം ഒരേ സമയം കാരുണ്യവാനും ഒരേ സമയം തന്നെ നീതിമാനുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ 2 രീതിയിലുള്ള വചനം പറയുന്നത് നമ്മൾ ഈ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. വേറൊരു സംഭവം ഞാൻ പറയാം. എന്നെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തില് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുടുംബത്തിലെ മകൻ ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ആ സ്ത്രീ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ദൈവം ക്രൂരനല്ലേ എന്ന്. ആ ചോദ്യം ചോദിച്ചപ്പോൾ ദൈവം എന്നെ ഒരു വിശുദ്ധയുടെ ജീവചരിത്രമാണ് ഓർമ്മിപ്പിച്ചത്. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ വിശുദ്ധയുടെ ജീവചരിത്രം ഇതായിരുന്നു. ആ വിശുദ്ധയുടെ 2 ചെറുപ്രായത്തിലുള്ള 2 മക്കൾ മരിച്ചുപോയി. അപ്പോൾ ആ വിശുദ്ധ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങ് ക്രൂരനല്ലേ എന്ന്. അപ്പോൾ ദൈവം ആ വിശുദ്ധയെ ഒരു ദർശനം കാട്ടി. ആ ദർശനം ഇതായിരുന്നു: തൻ്റെ 2 കുഞ്ഞുമക്കൾ വളർന്ന് വലുതാവുന്നു. അവര് വളർന്ന് വലുതായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധ ഞെട്ടിക്കുന്ന ഒരു സംഭവം കണ്ടു. അതായത് ആ 2 കുഞ്ഞുമക്കളും വളർന്ന് വലുതായപ്പോൾ വളരെ മോശമായ ജീവിതം നശിച്ചു പോകുന്നതാണ് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദർശനം ഈ വിശുദ്ധയെ കാട്ടിയ ശേഷം ദൈവം വിശുദ്ധയോട് ചോദിച്ചു, നിന്റെ മക്കള് ചെറുപ്പത്തിലെ മരിച്ച് സ്വർഗത്തിൽ പോകുന്നതാണോ നല്ലത്, അതോ വലിയവരായിട്ട് ജീവിച്ച് വയസ്സിൽ നിന്ന് മരിച്ച് നരകത്തിലോട്ട് പോണെയാണോ നല്ലത് എന്ന് ദൈവം ചോദിച്ചു. അപ്പോൾ ഈ വിശുദ്ധ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ആ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ 2 കുട്ടികളും മരിച്ചു പോയത് വളരെ നന്നായി എന്ന്. ഈ സംഭവം ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ചില ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. എന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടിനാര് പോലും കൊഴിയുകയില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ ദൈവം വളരെ കാരുണ്യവാനായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ദൈവം കാരുണ്യവാനാണ് എന്ന ഉറപ്പാണ്.
എന്നാൽ നമ്മുടെ മരണം വരെയാണ് ദൈവം നമ്മുടെ കരുണയിൽ നമ്മളെ നിർത്തുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ നീതിയുടെ തുലാസിൽ തൂക്കും. അന്നേരം നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭ്യമല്ല. അപ്പൊ മോശമായ ജീവിതം ഈ ഭൂമിയിൽ നയിച്ചു കഴിഞ്ഞാല് നമുക്ക് ദൈവം ചിലപ്പോൾ ക്രൂരനായിട്ട് തോന്നാം. അതായത് വ്യക്തമായി പറഞ്ഞാല് ദുഷ്ടന് ദൈവം ക്രൂരനായിട്ട് അനുഭവപ്പെടാം. എന്നാൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ദൈവം കാരുണ്യവാനായിട്ട് വളരെ വ്യക്തമായി അനുഭവപ്പെടും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.